നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിന് വളരെ പ്രയോജനകരമായ വളരെ ഈസി ആയിട്ടും ചെയ്യാവുന്ന ചിക്കൻ ഫ്രൈ ആണ്. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ബ്രോയിലർ ചിക്കനാണ്. കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ ചിക്കനിലേക്ക് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായി പിടിച്ചു കിട്ടുന്നതിനായിട്ട് നമ്മളൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട്, നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം മതിയാവും. കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വല്പം വെള്ളം കൂടി ചേർക്കാം. നന്നായിട്ട് തിള വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞ് നമ്മൾ സിമ്മിലിട്ട് പാത്രം നന്നായിട്ട് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റോളം നമ്മൾ വേവിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കുമ്പോഴാണ് നമുക്കത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വരണ്ട് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഈ മസാലയൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ 2 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. തക്കാളി നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടണം. നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാനായിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിട്ട തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ഗ്രേവി ആയിട്ട് ഈ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് 8 തണ്ട് വേപ്പില ഉതിർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. സമൃദ്ധമായിട്ടാണ് നമ്മൾ വേപ്പില ഇടുന്നത്. നമ്മുടെ ഇറച്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 5 പച്ചമുളക് ചരിച്ച് കീറിയത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ പ്രിപ്പറേഷൻ ഇവിടെ പൂർത്തിയാകുവാണ്. നമുക്ക് എരിവ് കുറച്ച് വേണ്ടവർക്ക് പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം.